വീണ്ടും ജനിക്കുക എന്നതിന് യഥാർത്ഥത്തിൽ അർത്ഥം എന്താണ്? യോഹന്നാൻ 3:3 യേശു നിക്കോദിമോസിനോട് പറഞ്ഞു, സത്യമായി സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഒരാൾ വീണ്ടും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുകയില്ല. വീണ്ടും ജനിക്കുക എന്ന വാക്ക് ക്രിസ്തീയ വിശ്വാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സത്യങ്ങളിൽ ഒന്നാണ്. പക്ഷേ പലരും അത് തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? 1. ശാരീരിക ജനനം അല്ല, ആത്മീയ ജനനം. നിക്കോദെമോസ് കരുതിയത് യേശു രണ്ടാമത്തെ ശാരീരിക ജനനത്തെക്കുറിച്ച് സംസാരിക്കുന്നു എന്നാണ്. പക്ഷേ യേശു യോഹന്നാൻ 3:5-6 വ്യക്തമാക്കി, ജലം കൊണ്ടും ആത്മാവ് കൊണ്ടും ജനിക്കാത്തവന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനാവില്ല. ജഡത്തിൽ ജനിച്ചത് ജഡവും ആത്മാവിൽ ജനിച്ചത് ആത്മാവും ആകുന്നു. വീണ്ടും ജനിക്കുക എന്നത് അമ്മയുടെ ഗർഭത്തിൽ തിരിച്ചു പോകുന്നതല്ല, ദൈവം മാത്രം നൽകുന്ന പുതിയ ആത്മീയ തുടക്കമാണ്. 2. നമുക്ക് വീണ്ടും ജനിക്കേണ്ടത് എന്തുകൊണ്ട്? ഓരോ മനുഷ്യനും ആദാമിൻ്റെ വീഴ്ച മൂലം പാപത്തിൽ ജനിക്കുന്നു. നമ്മുടെ സ്വഭാവം ആത്മീയമായി മരിച്ചിരിക്കുന്നു, ദൈവത്തിൽ നിന്ന് വേർപെട്ടിരിക്കുന്നു. നല്ല പ്രവൃത്തികളും മതാചാരങ്ങളും ധാർമ്മികതയും കൊണ്ട് അത് തിരുത്താനാവില്ല. എഫേസ്യർ 2:1 പറയുന്നു, നിങ്ങൾ പാപങ്ങളിലും കുറ്റങ്ങളിലും മരിച്ചവരായിരുന്നു. മരിച്ചവൻ സ്വയം ജീവൻ നേടാൻ കഴിയില്ല. ദൈവം നമ്മെ ജീവിപ്പിക്കണം. അതുകൊണ്ടാണ് യേശു വന്നത്, നമ്മെ ജീവനോടെടുക്കാൻ. 3. അത് എങ്ങനെ സംഭവിക്കുന്നു? വീണ്ടും ജനിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. നിങ്ങൾ യഥാർത്ഥമായി മാനസാന്തരപ്പെടുകയും, അതായത് പാപത്തിൽ നിന്ന് തിരിഞ്ഞ് യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. 2 കോരിന്ത്യർ 5:17 പറയുന്നു, ക്രിസ്തുവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞു, ഇതാ എല്ലാം പുതുതായി. ഇത് വെറും ഒരു പ്രാർത്ഥന പറയുന്നതോ സഭയിൽ ചേരുന്നതോ അല്ല, ദൈവത്തിൻ്റെ ശക്തിയാൽ ഹൃദയത്തിൽ നടക്കുന്ന യഥാർത്ഥ മാറ്റമാണ്. 4. പുതിയ ജനനത്തിൻ്റെ തെളിവുകൾ. വീണ്ടും ജനിച്ചാൽ ചില അടയാളങ്ങൾ കാണാം. ദൈവത്തോടും അവൻ്റെ വചനത്തോടും പുതിയ സ്നേഹം, ജീവിതത്തിൽ മാറ്റം, പൂർണ്ണതയല്ല പുരോഗതി, പാപത്തിൽ നിന്ന് മാറി ക്രിസ്തുവിന് ജീവിക്കാനുള്ള ആഗ്രഹം, പരിശുദ്ധാത്മാവിൻ്റെ ആന്തരിക സാക്ഷ്യം. 5. ഇതിൻ്റെ പ്രാധാന്യം. യേശു വീണ്ടും ജനിക്കുക ഐതിഹ്യമാണെന്ന് പറഞ്ഞില്ല. അവൻ പറഞ്ഞു, നിങ്ങൾ വീണ്ടും ജനിക്കണം. ഈ പുതിയ ജനനം ഇല്ലാതെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനാവില്ല. ക്രിസ്തീയ വിശ്വാസം ചട്ടങ്ങൾ പാലിക്കുന്നതല്ല, ദൈവത്തിൽ നിന്ന് പുതിയ ജീവിതം സ്വീകരിക്കുന്നതാണ്. വീണ്ടും ജനിക്കുക എന്നത് യേശുക്രിസ്തുവിൽ വിശ്വാസം കൊണ്ടുള്ള ആത്മീയ പുതുജീവിതം അനുഭവിക്കലാണ്. അത് പുതിയ തുടക്കം, പുതിയ ജീവിതം, ദൈവത്തോടുള്ള യഥാർത്ഥ ബന്ധത്തിൻ്റെ ആരംഭം. നിങ്ങൾ വീണ്ടും ജനിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ യേശു ഇന്ന് നിങ്ങളെ ക്ഷണിക്കുന്നു. അവൻ്റെ അടുക്കൽ വരൂ, വിശ്വസിക്കൂ, അവൻ മാത്രം നൽകുന്ന ജീവൻ അനുഭവിക്കൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.